വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെവൽസ് ഓഫ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ ആണല്ലേ. നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ലെവൽസ് ഉണ്ട്, 4 ലെവൽസ്. അപ്പോൾ ആ ലെവൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ ഒരു സെഷനിൽ. അപ്പോൾ ഫസ്റ്റ് ലെവലായിട്ട് വരുന്നത് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് ആണ് അല്ലേ. സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഫസ്റ്റ് ലെവലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളി നമുക്കറിയുന്ന കാര്യമാണല്ലേ. അതായത് മാർക്കറ്റ് സെഗ്മെൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, എന്നൊരു കാര്യം തന്നെയാണ് നമ്മൾ സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇൻ സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 or more സെഗ്മെൻറ്റ്സ്. അതായത് നമ്മുടെ മാർക്കറ്റിനെ, ഹെട്രോജീനസ് ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിനെ 2 അതല്ലെങ്കിൽ അധികമോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സെഗ്മെൻറ്റുകളാക്കി തിരിക്കാം. അതിന് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും അല്ലേ. അതായത് നമ്മൾ ഹോമോജീനസ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റുക എന്നുള്ളതാണ് സെഗ്മെൻറ്റേഷൻ. സിമ്പിളി നമ്മൾ എന്താണ്, ഹോമോജീനസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏജിൻ്റെ ബേസിലൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിലൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഇല്ലേ, അല്ലെങ്കിൽ ഫാമിലി സൈസിൻ്റെ, അങ്ങനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ ഒരു ഹെട്രോജീനസ് ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹോമോജീനസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുക എന്നുള്ളതാണ് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ സെഗ്മെൻറ്റേഷൻ്റെ ഫസ്റ്റ് ലെവൽ അതാണ് കേട്ടോ, സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഫോർ ഈച്ച് സെഗ്മെൻറ്റ് എ സെപ്പറേറ്റ് മാർക്കറ്റിംഗ് മിക്സ് ഈസ് ഡിസൈൻഡ്. അതായത് നമ്മുടെ ഓരോ സെഗ്മെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സുകൾ നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഒരു സെഗ്മെൻറ്റേഷനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നുള്ളതും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളതും അത് തന്നെയാണല്ലേ. അതായത് നമ്മൾ ഡിഫറെൻറ്റ് മാർക്കറ്റിന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആളുകൾക്ക്, ഹോമോജിനസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഓക്കെ, ദെൻ മാർക്കറ്റ് വിൽ ബി സെഗ്മെൻറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഡെമോഗ്രഫിക് അല്ലേ. ഡെമോഗ്രഫിക് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ജിയോഗ്രഫിക് ആയിട്ടുള്ള, സൈക്കോഗ്രഫിക് ആയിട്ടുള്ള, ബിഹേവിയറൽ ആയിട്ടുള്ള അല്ലേ, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ്, ഡെമോഗ്രഫിക്കും ജിയോഗ്രഫിക്കലും അതുപോലെ തന്നെ സൈക്കോഗ്രഫിക്കും ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാർട്ടുകളാക്കി എൻറ്റയർ മാർക്കറ്റിനെ കുറച്ച് ഗ്രൂപ്പുകളാക്കി അല്ലെങ്കിൽ പാർട്ടുകളാക്കി മാറ്റുക എന്നുള്ളതാണ് സെഗ്മെൻറ്റിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് സിമ്പിളി സെഗ്മെൻറ്റേഷൻ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ വി ഹാവ് അടുത്തൊരു ലെവലാണ് നീഷ് മാർക്കറ്റിംഗ്. എന്താണ് നീഷ് മാർക്കറ്റിംഗ് എന്നുള്ളത് അല്ലേ. അതായത് ഈ നീഷ് സെഗ്മെൻറ്റ് ഈസ് എ സബ് സെഗ്മെൻറ്റ് വിത്തിൻ ദ സെഗ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സെഗ്മെൻറ്റിനകത്ത് നമ്മൾ ഓരോ സെഗ്മെൻ്റ് ആക്കി മാറ്റുമല്ലോ, അതിലുള്ള ഒരു സെഗ്മെൻറ്റ് എടുക്കുക. ആ ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്ത് വീണ്ടും നമ്മളൊരു സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു സബ് സെഗ്മെൻ്റ് ആയിട്ട് എടുക്കുന്നതിനെയാണ് നീഷ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നീഷ് സെഗ്മെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലി ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്തുള്ള സബ് സെഗ്മെൻ്റ് ആണ് നീഷ് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത്, ദിസ് സെഗ്മെൻറ്റ് ഈസ് വെരി സ്മോൾ സെക്ഷൻ ഓഫ് ദ ഹോൾ മാർക്കറ്റ് വിച്ച് ഹാസ് നോട്ട് യെറ്റ് ബീൻ ഐഡൻറ്റിഫൈഡ്. അതായത് ഒരു മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ചെറിയൊരു സെക്ഷനാണ് അല്ലേ, വെരി സ്മോൾ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് ഈ മാർക്കറ്റ് വിച്ച് ഹാസ് നോട്ട് ബീൻ ഐഡൻറ്റിഫൈഡ് ആൻഡ് സെർവ്ഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ, അവിടെ ആളുകൾ, കോമ്പറ്റീറ്റേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടാവില്ല, നമ്മളായിരിക്കും ന്യൂ ആയിട്ട് ആ മാർക്കറ്റിലേക്ക് എത്തുന്നത് അല്ലേ. പിന്നീട് ആളുകൾ അറിഞ്ഞിട്ട് കോമ്പറ്റീറ്റേഴ്സ് വരും, പക്ഷേ നമ്മൾ ആ ഒരു നീഷ് സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നീഷ് സെഗ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഡിവൈസിങ് സെല്ലിംഗ് പ്രൊഡക്ട്സ് സ്പെസിഫിക്കലി ഫോർ എ സ്മോൾ അൺഎക്സ്പ്ലോയിറ്റഡ് പാർട്ട് ഓഫ് എ മാർക്കറ്റ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അൺഎക്സ്പ്ലോയിറ്റഡ് പാർട്ട് ഓഫ് മാർക്കറ്റിലേക്ക് നമ്മൾ സെല്ല് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അൺഎക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിലവിലാരും എത്തിയിട്ടില്ലാത്ത, കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റിലേക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ നമ്മൾ സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നീഷ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നീഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു സെഗ്മെൻറ്റിനകത്തുള്ള ഒരു സബ് സെഗ്മെൻ്റ് ആണ് നീഷ് മാർക്കറ്റ് എന്നുള്ളത്. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ദെൻ വി ഹാവ് അടുത്തൊരു ലെവലാണ്
അടുത്തൊരു ലെവലാണ് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അല്ലേ. നമുക്ക് ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ലോക്കൽ മാർക്കറ്റിംഗ്. എന്തായിരിക്കും? ലോക്കലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്, അവിടുത്തെ ഒരു ആളുകളുടെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സെഗ്മെന്റ് ചെയ്യുക അല്ലേ. അതാണ് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഫോക്കസ് ഓൺ ടാർഗറ്റിംഗ് കൺസ്യൂമേഴ്സ് വിത്തിൻ എ സ്പെസിഫിക് ജിയോഗ്രഫിക് ഏരിയ സച്ച് ആസ് നെയ്ബർഹുഡ്, സിറ്റി ഓർ റീജിയൻ അല്ലേ. അതായത് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെ, ലോക്കൽ ആയിട്ടുള്ള ഒരു ഏരിയനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ സെഗ്മെന്റേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് നടക്കുന്നത് അല്ലേ. അതായത് നെയ്ബർഹുഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിറ്റി, ഒരു റീജിയൻ അല്ലേ. ഡിഫറെൻറ്റ് റീജിയനിൽ ഡിഫറെൻറ്റ് നീഡ്സ് ആയിരിക്കും ഉണ്ടാകും ഒരു പക്ഷേ. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ അത്രേ ഉള്ളൂ. കൺസ്യൂമർ പ്രിഫറൻസസ്, ബിഹേവിയേഴ്സ്, നീഡ്സ് ക്യാൻ വേരി ബേസ്ഡ് ഓൺ ദയർ ലൊക്കേഷൻ ആൻഡ് ലോക്കൽ കോണ്ടെക്സ്റ്റ്. ഇവിടുത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഇവിടെ ബേസ് ചെയ്തിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കാലിറ്റിക്ക് അനുസരിച്ച് ആളുകളുടെ നീഡ്സും അതുപോലെ തന്നെ വാണ്ട്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് നെയ്ബർഹുഡ് ലൊക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സിറ്റി ആണെങ്കിലും റീജിയൻ ആണെങ്കിലും ഇതിനനുസരിച്ച് ആളുകളുടെ നീഡ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോക്കലായിട്ട് സെഗ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോക്കൽ മാർക്കറ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെവലിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതാണ് കേട്ടോ. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നെയ്ബർഹുഡ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ലോക്കൽ സ്റ്റോർ മാർക്കറ്റിംഗ് അല്ലേ. അതായത് അതൊന്ന് ശ്രദ്ധിക്കണേ, ഒരു പക്ഷേ ചോദിക്കാം. അതായത് ലോക്കൽ മാർക്കറ്റിങ്ങിന് മറ്റൊരു പേരെന്താണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോക്കൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ആൻസർ ആയിട്ട് ചിലപ്പോൾ ലോക്കൽ മാർക്കറ്റിംഗ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവില്ല ഓപ്ഷനിൽ. പകരം എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? നെയ്ബർഹുഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോർ മാർക്കറ്റിംഗ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് ലോക്കൽ മാർക്കറ്റിങ്ങിൻ്റെ മറ്റ് രണ്ട് പേരുകളാണ് നെയ്ബർഹുഡ് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ലോക്കൽ സ്റ്റോർ മാർക്കറ്റിങ്ങും. ഓക്കെ, അപ്പോൾ സിംപ്ലി എന്താണ് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അവസാനത്തെ ഒരു ലെവല് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ആണ് അല്ലേ. എന്തായിരിക്കും ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ കുറഞ്ഞ ആളുകളെങ്കിലും മാർക്കറ്റിൽ ഉണ്ടാവില്ലേ, ആ രീതിയിലുള്ള സെഗ്മെൻറ്റേഷനാണ് വന്നിട്ടുള്ളത്. ഇൻഡിവിജ്വൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-to-1 മാർക്കറ്റിംഗ് ആണ് അല്ലേ. എന്താണ്? 1-to-1 മാർക്കറ്റിംഗ് ആണ്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനും അവരുടെ നീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, സ്ട്രാറ്റജീസ് കൊടുക്കുക, മാർക്കറ്റിംഗ് മിക്സ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ലെവൽ ഓഫ് സെഗ്മെന്റേഷൻ അല്ലേ. അതായത് സെഗ്മെന്റേഷൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലെവലാണ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മളിവിടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സെഗ്മെന്റേഷൻ നടത്തുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർക്കൊരു ഈസിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആ ഒരു കൺസ്യൂമറിലേക്ക് റീച്ച് ചെയ്യാണ്, 1-to-1 ബേസിസിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലെവലാണ് എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്നുകൂടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ കമ്പനീസ് ടൈലർ ദെയർ മാർക്കറ്റിംഗ് എഫേർട്സ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ നിർമ്മിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഡിറ്റർമൈൻ ചെയ്യും എന്നുള്ളതാണ്. ദെൻ ദിസ് അപ്രോച്ച് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ്. വീണ്ടും ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ആളുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന് അവർക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ദെൻ പറയുന്നത് ഫോർ ഈച്ച് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ യുണീക്ക് പ്രിഫറൻസസ്, ബിഹേവിയർ ആൻഡ് നീഡ്സ്. ഇത്ര തന്നെ ഉള്ളൂ. അതായത് നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുള്ള പ്രൊഡക്ട്സും അതുപോലെ തന്നെ സർവീസസും മെസ്സേജസും ഒക്കെ നമ്മൾ ഓരോ പേഴ്സൺ ടു പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ 1-to-1 ആയിട്ട് നമ്മൾ കൊടുക്കും എന്നുള്ളതാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദെയർ യുണീക്ക് പ്രിഫറൻസസ് അല്ലേ. അവൾക്ക് ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിഫറൻസസ് ആണ് ഇവിടെ ഉണ്ടാവുക. ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു അസംഷൻ അല്ലേ. അതായത് ഇവിടുത്തെ അസംഷൻ എന്തായിരിക്കും, ഈ ഒരു ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് പ്രകാരം ഓരോ കൺസ്യൂമേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ പ്രിഫറൻസസിന് അനുസരിച്ച് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയേഴ്സിന് അനുസരിച്ച് അവരുടെ നീഡ്സിനും വാണ്ട്സിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? അൾട്ടിമേറ്റ് ലെവലാണ് മാർക്കറ്റിങ്ങിൻ്റെ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് 1-to-1 മാർക്കറ്റിംഗ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്
4 ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. അതായത് 4 ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ സെഗ്മെന്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് സെഗ്മെന്റ് മാർക്കറ്റിംഗ്? സിംപ്ലി സെഗ്മെന്റേഷൻ തന്നെയാണ്. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് നീഷ് മാർക്കറ്റിംഗ് ആണ്. എന്താണ് നീഷ് മാർക്കറ്റിംഗും അതുപോലെ തന്നെ എന്താണ് നീഷ് മാർക്കറ്റ്, നീഷ് സെഗ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലോക്കൽ മാർക്കറ്റിംഗ് ആണ്. ലോക്കൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓരോ ലൊക്കാലിറ്റിക്ക് അനുസരിച്ച്, ലോക്കൽ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ അവസാനമായിട്ട് ഏറ്റവും അൾട്ടിമേറ്റ് ലെവൽ അല്ലേ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ്റെ അൾട്ടിമേറ്റ് ലെവലായിട്ടുള്ള ഇൻഡിവിജ്വൽ സെഗ്മെന്റേഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ 1-to-1 ബേസിലായിരിക്കും ഇവിടെ സെഗ്മെന്റേഷൻ നടക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഒക്കെ ഡിഫറെൻറ്റ് ഓരോ വ്യക്തികളാണല്ലോ. അപ്പോൾ ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോ ആളുകളുടെയും ഓരോ വ്യക്തികളുടെയും നീഡ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.